ഇക്കണക്കിന് പോയ ഈ രാജ്യത്ത് മനുഷ്യരെങ്ങനെ ജീവിക്കും? സാധനങ്ങൾക്കൊക്കെ എന്ത് വിലക്കയറ്റമാണെന്നറിയാം. എന്താ ഒരു പന്തല് കെട്ടുന്നതിന് 560 രൂപ. ആകപ്പാടെ 4 ഓലയുടെയും 2 മുള്ളയുടെയും കാര്യമുള്ളൂ. വാവയ്ക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പാർട്ടിയുടെ താലൂക്ക് സമ്മേളനത്തിൽ ഞാൻ ഒരു പന്തല കെട്ടാൻ പറഞ്ഞത്? വാവയ്ക്ക് ഓർമ്മ കാണത്തില്ല. അതിന് എന്നെ പറ്റിക്കാൻ ഒക്കെയല്ല, ഞാൻ 460 രൂപയ്ക്ക് ഫിക്സ് ചെയ്തു. അതും കൊടുത്തിട്ട് പണ്ടാരം പോട്ടെ. സുവേട്ടാ, ഹലോ, കണക്കൊക്കെ ശരിയാണല്ലോ? ഓക്കേ ഓക്കെ ഓക്കെ, ഇങ്ങ് വാ. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയാൻ എന്ത് പാടാവേ അല്ലേ? സത്യം പറഞ്ഞ സുവേട്ടനോട് എനിക്ക് അനുകമ്പയാ. സുവേട്ടൻ എന്തുമാത്രം പാടുപെടുന്നു ഓരോ ആളുകളോട് ഓക്കെ പറയാൻ. ഇവരോടെല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നോടൊരു ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ? എപ്പോ? ഇന്നെന്റെ പിറന്നാളാ. കണ്ണൂരിൽ നിന്ന് എന്തിനാ പിന്നെ രാത്രി 2 മണിക്ക് കയറി വന്നത്? അല്ല, ഏത് ഭർത്താവ് വരും? തിരക്കിട്ട പരിപാടികൾക്കിടയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ അതിനു മുമ്പ് പാർട്ടി ഓഫീസിൽ പോയി വരട്ടെ. അതെന്തിനാ? 1-2 ആളുകളോട് കൂടി ഓക്കെ പറയാനുണ്ട്. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ബാവേ. ബാവയ്ക്കറിയോ അത്? എനിക്കൊന്നും അറിഞ്ഞൂടേ. ശരി, എന്നാ പറഞ്ഞുതരാം. ഇപ്പൊ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോന്നൊന്ന് ചോദിച്ചേ. ചോദിക്കേ. ഉണ്ണാൻ വരുമോ? ഓക്കെ, അതിന്റെ അർത്ഥം വന്നിരിക്കും. ഇനി ഒന്നുകൂടെ ചോദിച്ചേ. ചോദിക്കേ. ഉണ്ണാൻ വരുവോ? ഓക്കെ, ഒത്താ വരും. ഇനി ഒന്നുകൂടെ ചോദിച്ചേ. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുവോ? ഓക്കെ, നിനക്ക് വേണേ വരാം. അപ്പൊ ഇപ്പൊ ഇതിൽ ഏതൊക്കെ എന്നോട് പറയാൻ പോണേ? ഓക്കെ, വന്നിരിക്കും. തിരുവനന്തപുരത്ത് ആർക്ക് കെട്ടുന്നതിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കണ്ട. ഞാനിവിടെ ജനിച്ചു വളർന്നവനാ. ജനിച്ചിട്ട് എന്താ കാര്യം? കഴിഞ്ഞ പാർട്ടി പീരീഡത്തിന് താൻ എന്തുണ്ടാക്കി? അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ സംസ്ഥാന കമ്മിറ്റിയെ ധരിപ്പിച്ചോളാം. നിങ്ങൾ എങ്ങനെയാണ് ബഹളം? ഒരു തീരുമാനം. അതിന് പണ്ട് ഇയാളുള്ള സ്വഭാവം. എന്തിനും എന്നെ തന്നെ കുറ്റം. ഇന്ന് വാവയുടെ ബർത്ത്ഡേയാ. 1 മണിക്ക് ഉണ്ണാൻ വീട്ടിലെത്തിക്കൂടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പോയേ പറ്റൂ. എന്ന് പറഞ്ഞാ എങ്ങനെയാ? 3 മണിക്ക് മുമ്പ് മാറ്റർ പ്രസിൽ എത്തിക്കേണ്ടതാ. PS പോയ ആകെ കൊടയും. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളും കൂടി വരാം. ഊണും കഴിക്കാം, മാറ്ററും റെഡിയാക്കാം. ടീച്ചറിനെ കണ്ടിട്ടും കുറച്ച് ദിവസമായി. ഏതായാലും പനവിള ജംഗ്ഷനിലെ ആർച്ച് നമുക്ക് ഗംഭീരമാക്കണം. പനവിള ജംഗ്ഷനിലെ ആർച്ച് നിൽക്കില്ലെന്ന് കാറ്റ് പിടിക്കും. കിടന്ന് ചിലക്കാതെ. ആദ്യം നമുക്ക് ഉണ്ണാന്നേ, എന്നിട്ടാ വാവേ ചോറോളമ്പ്. ടീച്ചർ, ഇവിടെ ഇരുന്ന ഫോൺ എന്ത്? അത് രാത്രി ഒരുപാട് ഫോൺ കോൾസ് വരുന്നോണ്ട് ബെഡ്റൂമിൽ വെച്ചിരിക്കുക. ഈ ബെഡ്റൂമിലൊക്കെ ഫോൺ എടുത്ത് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ അസൗകര്യമാ. ടീച്ചറേ 2 എക്സ്ട്രാ പ്ലേറ്റ് കൂടി. മോൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ? ഹലോ, ഞങ്ങളിവിടെ PS-ന്റെ വീട്ടിൽ ഉണ്ടാവും. ഊണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട, ഇങ്ങോട്ട് വന്നാൽ പറ്റില്ല. ഇവിടെ ഇപ്പൊ തന്നെ 4 പേരുണ്ട്. അയ്യോ, ടീച്ചർ ഇതിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല. ഒക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ആർച്ചിന്റെ കാര്യത്തിൽ തീരുമാനം പറ. പനോള ജംഗ്ഷനിൽ വേണോ വേണ്ടേ? ഞാൻ ഇപ്പോഴും പഴയ അഭിപ്രായം തന്നെ വെക്കുക. അവിടെ ആർച്ച് കെട്ടി കഴിഞ്ഞാൽ വടക്കുന്നത് കാറ്റ് പിടിക്കും. അതിപ്പോ അവിടെ കിട്ടിയാൽ എവിടെയാലും കാറ്റുപിടിക്കും. ടീച്ചറെ, സ്വല്പം കരിങ്കാലികളോട് കണ്ടോ? അയ്യോ, കരിങ്ങാലി വെള്ളം ഇവിടെ ആർക്കും ശീലമല്ല. കുറച്ചുണ്ടാക്കി വെച്ചൂടെ വാവേ? അല്ല, ആർച്ചിന്റെ കാര്യത്തിൽ PS-ന് തീരുമാനമൊന്നുമില്ലേ? എനിക്കിനി പലിശയ്ക്ക് പണം എടുക്കാൻ ഒക്കെയല്ല. ആർച്ചുണ്ടാക്കുന്ന കൊള്ളാം, നിങ്ങൾ തന്നെ ഫണ്ട് കൂടെ എവിടെ റൈസ് കൊള്ളാം. അത് നമ്മൾ പിരിക്കും. പിരിക്കാൻ ഒക്കെയല്ല, പിരിച്ച് നാട് കൂടെ പിരിഞ്ഞടക്കുക. പിരിവിനെ PS എതിർത്താ എങ്ങനെയാ? അധികാരം നമ്മുടെ ഉള്ളപ്പോ അവര് നമ്മളെ പിരിക്കും, അതില്ലാത്തപ്പോ നമ്മൾ അവരെ പിരിക്കും, അത്ര തന്നെ. നല്ല കൈപ്പൊടിയോ ടീച്ചർക്ക്. കൈപുണ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മണിയടിക്കാമെന്ന് നോക്കണ്ട. 3 മണിക്ക് പ്രസ്സിൽ പോണം. പായസം ഞാൻ കൊടുക്കില്ല. ടീച്ചറെ, മുഖസ്തുതി പറയണമെന്ന് വിചാരിക്കരുത്. പ്രിപ്പറേഷൻ ഒക്കെ നല്ല സ്റ്റൈലായിരുന്നു. സോറി, ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് ഫോൺ ചെയ്തേ. ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നാ? എന്നിട്ട് പായസം തന്നില്ലല്ലോ.
അത് സുഖേട്ടന് പായസം ഇഷ്ടമല്ലാത്തോണ്ട് വെച്ചില്ല. അപ്പൊ പി എസിന്റെ പരിപാടി നിങ്ങൾ പോയി, ഞാൻ സ്കൂട്ടർ വന്നു. ശരി പോവാ. വാവേ വാവേ ഞാനാണ്. ആർച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായോ? ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ എപ്പോഴും പറയാറില്ലേ രാഷ്ട്രീയത്തിൽ ഹൃദയമില്ലെന്ന്. ഞാൻ പറഞ്ഞതാണ് ഇന്ന് വാവയുടെ ബർത്ത്ഡേ ആണ്, എനിക്ക് നേരത്തെ പോകണമെന്ന്. അപ്പൊ കെട്ടിയെടുത്ത് കൂടെ ഒരു കാര്യം ചെയ്യും, വാവയില്ലേ ഞാൻ പറഞ്ഞില്ല. എന്തെടുത്ത് വിളമ്പാന? ചോറില്ലേ? വാവേ, നീ എനിക്ക് മാപ്പ് തരണം. അത് മാത്രം എന്നോട് പറയരുത്. വാവേ, എനിക്ക് വേണ്ടി ഇത്രയും സഹിക്കുന്ന നിനക്ക് എന്നാണ് നീ എന്തെങ്കിലും തിരിച്ചു തരാൻ പറ്റുക? ഈ ഒരു നിമിഷം എനിക്കായിട്ട് മാറ്റി വെച്ചില്ലേ, അത് മതി. ഇനി സുഖേട്ടൻ എവിടെ പോണ്ടത്? പൊയ്ക്കോളൂ. ഈ പിക്കറ്റിംഗ് കൊണ്ട് വളരാൻ പോണത് ഞാനൊരു പീസ് ഇടും. അമ്മാവൻ എന്ത് പീസ് ഇടുമെന്നാ? എന്റെ പാര ആഭ്യന്തരമന്ത്രിയാ. അയാളെ ഞാൻ കരിവാരി തേക്കും. അയാൾ ആഭ്യന്തര കൈകാര്യം ചെയ്യുമ്പോ സമാധാനപരമായ ഒരു ജാഥ ഈ സംസ്ഥാനത്ത് നടക്കില്ലെന്ന് ഞാൻ തെളിയിക്കും. അതെങ്ങനെയാ അമ്മാവ? എടാ മടയാ, പി എസിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായ ജാഥ ആരംഭിക്കണം. കല്ലൂച്ചിറയുടെ തീരത്തുള്ളൊരു സെന്റ് ജോസഫ് കോളേജിൽ ന്യായമായ ഒരു അവകാശത്തിന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസേ പകരം ഞങ്ങൾ ചോദിക്കും. സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ എത്തുമ്പോ പോലീസിന് നേരെ കല്ലേറുണ്ടാവും. ആരറിയുമെന്ന് അമ്മാവൻ പറയുന്നേ? ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് അവരിപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഭരണം ഞങ്ങൾക്ക് പ്രശ്നമല്ല, മന്ത്രി കസേരയും പ്രശ്നമല്ല. ഗുലാബ് സിന്ദാബാദ്.